ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ്. ചോക്ലേറ്റ് പുഡിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ചൈന ഗ്രാസും ജലാറ്റിനും ഒന്നുമില്ലാതെ തന്നെ നമുക്ക് വീട്ടിലുള്ള കുറച്ച് ചേരുവകൾ കൊണ്ട് എങ്ങനെയാണ് പുഡിങ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. തിളപ്പിച്ചതൊന്നുമല്ല. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കപ്പിന് തന്നെയാണ് ഞാൻ 4 കപ്പ് പാലും എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിച്ച പഞ്ചസാര ആയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പോളം കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് കൊക്കോ പൗഡറാണ്. 1/4 കപ്പ് മുഴുവനായിട്ട് കൊക്കോ പൗഡർ അതിലേക്ക് ഇടേണ്ട ആവശ്യമില്ല. 1-2 ടീസ്പൂൺ അതിൽ നിന്ന് എടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ഇതിൽ കട്ടകളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അരിച്ചെടുക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അരിച്ചെടുക്കുക. ഇതിൽ ആ കൊക്കോ പൗഡറിൻ്റെ അതുപോലെ തന്നെ നമ്മൾ കോൺഫ്ലവറൊക്കെ ആഡ് ചെയ്തതിൻ്റെ ഒരു കട്ട ഉണ്ടാവും. അത് നന്നായിട്ട് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മളിതിങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതിലേക്ക് ഇറങ്ങിപ്പോയിക്കോളും. ഇപ്പോൾ ഞാനിതിവിടെ തരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാന് ചൂടായ ശേഷം ആ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുറച്ച് നേരം ഇത് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് കൈവിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. 2 മിനിറ്റ് കഴിഞ്ഞാൽ ഇതിങ്ങനെ കുറുകി വരും. ഇപ്പോൾ ഏകദേശം 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. ഇങ്ങനെ കൈവിടാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇടയ്ക്കൊന്ന് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അത് കട്ടായി പോവും. ഇനി ഈ സമയത്താണ് ഇതിലേക്ക് ഡാർക്ക് കോമ്പൗണ്ട് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം ഡാർക്ക് കോമ്പൗണ്ട് ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചോപ്പ് ചെയ്യണമെന്ന് നിർബന്ധമല്ല. ഇനി ഡാർക്ക് കോമ്പൗണ്ട് ഇല്ലെങ്കിൽ ജസ്റ്റ് ഡയറി മിൽക്ക് പോലുള്ള അങ്ങനെ എന്തെങ്കിലും ചോക്ലേറ്റ് ഇട്ടിട്ട് ഇത് മെൽറ്റ് ചെയ്താൽ മതി. ഇനി നമുക്ക് അത് ജസ്റ്റ് ഒന്ന് ചൂട് വിട്ട ശേഷം, ഒരുപാട് തണുക്കാൻ വേണ്ടി വെക്കണ്ട, ജസ്റ്റ് ഒന്ന് ചൂട് വിട്ട ശേഷം ഇങ്ങനെ ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സാണ് എടുത്തിട്ടുള്ളത്. അതിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ തണുക്കാൻ വേണ്ടിയിട്ട് വെക്കുക. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഒരു 3-4 മണിക്കൂറൊക്കെ തണുപ്പിച്ചെടുത്താലും മതി. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ആ മാറ്റുന്ന സമയത്ത് ഇതൊന്ന് ശ്രദ്ധിക്കുക. നല്ല ജെല്ലി ആയതുകൊണ്ട് ഇത് പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ആ ബട്ടർ പേപ്പർ അതിന്മേൽ അഴിച്ചെടുക്കുന്ന സമയത്ത് ഒന്ന് മെല്ലെ പതിയെ അഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. നമ്മൾ പുഡിങ് ഒരുപാട് ടൈം ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല കട്ടയാവും, ഐസാവും അത്. അപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ട് അത് തണുപ്പിച്ചിട്ട് വെക്കണം തന്നെ ആയിരിക്കും നല്ലത്. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് കൊക്കോ പൗഡർ തരിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അരിപ്പയിൽ തരിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ചെയ്യണമെന്നില്ല. ഞാൻ അങ്ങനെ ചെയ്ത സമയത്ത് വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളങ്ങനെ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ കൊക്കോ പൗഡർ മുകളിൽ കൂടെ ഇട്ട് കൊടുക്കണമെന്നില്ല. ഞാനത് ഒഴിവാക്കിയിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. സാധാ പച്ച പൊടിയല്ല, അപ്പോൾ അത് കഴിക്കണ വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഇതിൻ്റെ പുഡിങ് മാത്രം കഴിക്കുകയാണെങ്കിലാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉള്ളത്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കത്തി ഉപയോഗിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ആ കത്തി ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ആ കത്തിയിൽ മുഴുവനായിട്ട് പിടിക്കും. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരുപാടൊന്നും അതിൽ പിടിക്കില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കട്ട് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്പൂൺ യൂസ് ചെയ്തിട്ട് കഴിച്ചാലും മതി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അതൊന്ന് തണുത്ത് കിട്ടേണ്ട ആ ഒരു ടൈം മാത്രം മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
പിന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.